അനുഭവം കൊറോണ ടൈമിലുണ്ടായ ഒരു അനുഭവം തന്നെയാണ്. നമ്മുടെ തൊട്ടടുത്ത വീടുകളിൽ നമ്മൾ നിരന്തരം ആൾക്കാരുമായിട്ട് കോണ്ടാക്ട് ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു വീട്ടിൽ തീരെ നിവൃത്തിയില്ലാത്ത ഒരു വീടുണ്ടായിരുന്നു. തീരെ നിവൃത്തിയില്ലാത്തൊരു വീടായിരുന്നു. അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ നമുക്കൊരു വഴിയില്ല. വാട്സപ്പുകളിലൊന്നും വിവരം കൊടുത്തു കഴിഞ്ഞാൽ അവരറിയാത്തൊരവസ്ഥ. ചെറിയൊരു ഫോൺ മാത്രം ആ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടുണ്ടായിരുന്നത്. തൊട്ടടുത്ത വീട്ടിൽ വിളിച്ചിട്ട് അവരുടെ സ്ഥിതി വിശേഷങ്ങൾ തരുമ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ലാസ്റ്റ് അവരുടെ നമ്പർ ഞാൻ സംഘടിപ്പിച്ച് കഴിഞ്ഞ് അവരെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് കഞ്ഞി പോലും വെക്കാൻ അവസ്ഥയില്ലാത്ത ഒരു സ്ഥിതിയിലായിരുന്നു അവരുണ്ടായിരുന്നത്. ശരിക്കും ലാസ്റ്റ് ടൈമിൽ അവർക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ഗോതമ്പ് വരെ തീർന്ന ഒരവസ്ഥ. ഗോതമ്പ് കഞ്ഞി വെച്ചിട്ട് വരെ അവര് കുടിച്ചു കഴിഞ്ഞു. ആ ഒരവസ്ഥയിൽ നിൽക്കുന്ന സാഹചര്യം. അങ്ങനെ അതുപോലെ കുട്ടികളുടെ പഠനം മുടങ്ങിക്കിടക്കുന്ന അവസ്ഥ. അതിനുശേഷം ഞാൻ അവര് പല ആൾക്കാരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുകയും അവർക്ക് വേണ്ടിയ സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ എത്തിച്ചു കൊടുക്കാൻ, ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള TV വരെ അവിടെ എത്തിച്ചു കൊടുക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവമായിട്ടാണ് തോന്നുന്നത്. തീരെ പിടിച്ചു കുഞ്ഞു വരെയുള്ള ഒരവസ്ഥയായിരുന്നു. അതേപോലെ പിന്നെ ഒരു അനുഭവം ഉള്ളത്, നമുക്ക് NRC സെഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയുള്ള പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ കാണികൾ കൊത്തി മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനായിട്ട് പോകുന്ന സമയത്ത് ഒരു സൈഡിൽ നിന്നും പെരുമ്പാമ്പും മറ്റൊരു സൈഡിൽ നിന്ന് മണ്ടലി വരുന്ന ഒരവസ്ഥ. നമുക്ക് സ്ത്രീകൾ എല്ലാവരും പേടിച്ചിട്ട് ആ ഭാഗത്തേക്ക് പോകാതെ നിൽക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, നിങ്ങളിപ്പോ പോകണ്ട, അവിടെ നിൽക്കുക. എന്നോട് പറഞ്ഞു, ഇത് പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ തൊട്ടടുത്ത വീട്ടിൽ പോവുകയും പൈപ്പ് കണ്ടുപിടുത്തോണ്ട് വരികയും ചെയ്തു. അതേപോലെ മറ്റൊരു പുരുഷൻ അതിലെ പോകുന്ന സമയത്ത് അവരുടെ കൂടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് അവർ മുഖേന ഈ പാമ്പിനെ നമ്മൾ പിടിക്കുകയും അതുപോലെ ഫോറസ്റ്റിൽ ഏൽപ്പിക്കുകയും ചെയ്തു. എന്റെ നാടിന് ആവശ്യത്താണ്. നമ്മളെ സംഘടനയിലേക്ക് ഒരു പ്രശ്നം ഉണ്ടായത് ഇടിമിന്നൽ ദുരന്തമാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായത്. ഒരു അത് വെച്ചാല് എന്റെയൊക്കെ ചെറിയ പ്രായത്തിലായിരുന്നു. അപ്പോൾ രണ്ട് ചെറിയ കുഞ്ഞുമക്കൾ, LP പഠിക്കുന്ന 2 കുഞ്ഞുമക്കൾ, അവര് രാത്രിയില് TV കണ്ടിട്ട് വീട്ടിൽ പണ്ട് കണ്ട് TV എല്ലാ വീട്ടിലും കണ്ടില്ലാത്ത സമയത്ത് നമ്മളെ ബാറ്ററി വെച്ചിട്ട് TV കാണുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ ആ കുഞ്ഞുമക്കൾ TV കണ്ടിട്ട് അവിടെ തന്നെ കിടന്നുറങ്ങിപ്പോയി. പക്ഷെ രാത്രി ഒരു ആ സമയത്ത് 2-3 മണി സമയത്ത് നല്ല ഇടി വന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഇടി വീഴുന്ന സമയത്ത് പവർ ബാറ്ററിയിലൊക്കെ പോയി ബാറ്ററി പൊട്ടിത്തെറിച്ച് 2 ഇവിടെ അറിയുന്ന സംഭവമാണ്. ആ 2 മക്കളും അവിടെ നിന്ന് മരിച്ചു പോയതാണ്. ഒരു ചെറിയ വീടായിരുന്നു, പഴയ പുല്ലുമഞ്ഞ വീടായിരുന്നു. അത് നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയൊരു സങ്കടവും ദുരന്തവും ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. ഇതിനാണ് അനുഭവം പറയുന്നത്. ഈ പറയുമ്പോൾ വേറെ ഈ കൊറോണ കാലത്തെ ഒരു അവസ്ഥ. നമ്മളും നമ്മളൊക്കെ കുറെ കാലം ഇവിടെ സന്നദ്ധ പ്രവർത്തനം നടത്തിയ ആൾക്കാരായിരുന്നു. അപ്പൊ ഈ കൊറോണ കാലത്ത് സന്നദ്ധ പ്രവർത്തനം എന്ന് പറയുന്നത് വെച്ചാല് നമ്മുടെ അനുഭവം പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മൾ ഈ കൊറോണ സമയത്ത് ഭക്ഷണം കൊണ്ടു കൊടുക്കുക, അങ്ങനെ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് കടമകളുണ്ടായിരുന്നു ഒരാൾ. അപ്പൊ നമ്മുടെ ജീവൻ പണയം വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെന്നതിന്റെ ബോധം മറ്റുള്ളവർക്ക് ഉണ്ടാവാറില്ല. ഞങ്ങൾ ഈ ഫുഡ് പഞ്ചായത്ത് എന്ന ഫുഡ് എടുത്തിട്ട് ഞങ്ങൾ ഈ ഗൾഫിൽ നിന്ന് വന്ന ആൾക്കാരൊക്കെ റൂമൊക്കെ എടുത്ത് താമസിച്ച സമയത്ത് ഞങ്ങൾ ഈ ഫുഡുമായിട്ട് അവരുടെ അടുത്തേക്ക് പോയപ്പോൾ ഞങ്ങൾ ഇൻസൾട്ട് ചെയ്ത് പറഞ്ഞുകൊണ്ട് ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ അവരുടെ അടുത്ത് പോകുമ്പോൾ അവര് നമ്മളെ എടുത്ത് കൊണ്ടുപോകാന് പറഞ്ഞ ഇൻസൾട്ട് ചെയ്ത അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അനുഭവത്തിൽ വരുമ്പോൾ. നമ്മുടെ ഗ്രൂപ്പിൽ വരാനുള്ള അനുഭവമാണ്. ചെറിയൊരു സമയം വലിയ കാണുന്നതാണ്. അപ്പൊ അത് നമ്മൾ തന്നെ ഉണ്ടാക്കണം. മനുഷ്യൻ തന്നെയാണെന്നുള്ള കാരണവും മഴവെള്ളം ഒഴുകിപ്പോയിട്ട് കടലുകൾ മറ്റ് ജലാശയങ്ങളിലൊക്കെ ചെയ്യുന്നതാണ്. അപ്പൊ അത് നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് പണ്ടേയുള്ള നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. നമ്മളെ വളർത്തുക കളിച്ചിടുന്ന ഒരു മെത്തേഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പെയ്യുന്ന മഴയുടെ ഭൂരിഭാഗവും ആഴ് നിറഞ്ഞതിന് വേണ്ടിയിട്ട് നമ്മുടെ കളങ്ങളെല്ലാം സ്വാഭാവികമായിട്ട് നമ്മുടെ കളങ്ങളെല്ലാം സാധാരണ രീതിയിൽ തന്നെ എടുക്കാറുണ്ട്. അതിന് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റില്ല. എന്നാലും നമ്മളിന്ന് നെറ്റ്വർക്കിന്റെ പ്രശ്നമായിട്ട്, പിന്നെ മാത്രമല്ല പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഒരുപാട് നമ്മൾ ഇന്നിപ്പോ പറഞ്ഞുകൊണ്ട് ചർച്ച ചെയ്തെടുക്കുന്ന കാരണം പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഒരുപാട് ബിൽഡിങ്ങുകൾ വരുന്നത് ജനസംഖ്യ വർദ്ധനത്തിനനുസരിച്ചിട്ട്
ബിൽഡിങ്ങുകൾ കൂടി വരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കയറുന്നുണ്ട്. പരിസ്ഥിതിലോല പ്രദേശങ്ങളിൽ ഇത്തരം ബിൽഡിങ്ങുകൾ ഉണ്ടാക്കാൻ ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ ജലക്ഷാമം അനുഭവിക്കുന്ന ഇത്രയും മഴ ലഭിച്ചിട്ട് ജലക്ഷാമം അനുഭവിക്കുന്ന ഒരു നാടും കൂടിയാണ് നമ്മുടെ നാട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണ് നമ്മൾ ചിന്തിച്ച് കണ്ടെത്തുവാനുള്ളതാണ്. പ്രദേശത്ത് പോയ ഒരു വീട്ടിലുണ്ടായ അനുഭവമാണ്. ഇപ്പൊ എല്ലാ നാട്ടിലും എല്ലാ പഞ്ചായത്തിലും പ്ലാസ്റ്റിക് നമ്മൾ കത്തിച്ചുകൂടാ, അല്ലെങ്കിൽ ഹരിതകർമ്മസേനക്ക് കൊടുക്കണം, ഇതെല്ലാം വീട്ടിലും പോകുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. നമ്മ പോകുമ്പോ ഒരു കുറെ ദൂരത്ത് തന്നെ നമുക്ക് ഈ പ്ലാസ്റ്റിക്കിന്റെ മണം വരുന്നുണ്ട്. നമ്മൾ ദേഹത്ത് കത്തിക്കുന്നത് ഇഷ്ടം പോയി. ഒരു വീട് ചുറ്റുപാട് കുറെ വീടുകളുണ്ട്. ഇവര് ഈ വീടിന്റെ തൊട്ടടുത്ത് പ്ലാസ്റ്റിക് എല്ലാം കൂട്ടി കത്തിക്കുന്നത്. ഇവര് വാതിലും ജനലും എല്ലാം അടിച്ചിട്ട് വീടിന്റെ അകത്താണ്. ചുറ്റുപാടുള്ളവരെല്ലാം ഇപ്പൊ വഴിയെ പോകുന്നവര് എന്തായാലും വിശ്വസിക്കുന്നുണ്ട്, കുട്ടികൾ പോകുന്നുണ്ട്. നമ്മൾ അതിന്റെ ഫോട്ടോ എടുത്തു, വീട്ടുകാരെ വിളിച്ചു, അവരോട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ഫോട്ടോ എടുത്തിട്ട് പഞ്ചായത്തിനെ ഏൽപ്പിച്ചാൽ നമുക്ക് അതിനുള്ള തരുന്നുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതെല്ലാം അവര് പറഞ്ഞ് മനസ്സിലാക്കി അവരെല്ലാം അത് ചെയ്യൂല. കണ്ണൂർ കാവോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വത്തകൃഷി നമ്മളിപ്പോൾ ഓരോ പ്രദേശത്ത് നിന്നാണ് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ കാണുമ്പോൾ വന്നിട്ട് കാണുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ വത്തയാണ് ഇവിടെ കൂടുതലായിട്ട് കാണുന്നത്. അതൊക്കെ ഇന്ന് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാണ്. മേഖല ഭാഗങ്ങളിൽ വത്തക്കൊക്കെ ഉണ്ടാക്കിയിട്ട് വിൽപ്പന നടത്തി ഇന്നിപ്പോൾ നമ്മൾ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. പിന്നെ നമുക്ക് മത്സ്യബന്ധനം കൂടുതൽ കൊടുക്കാനോ വെള്ളത്തെ ഒഴിവാക്കാനോ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ പഞ്ചായത്തുകൾ ഒരു പുതിയ കെട്ടിടം കൃഷി സ്ഥലങ്ങളൊക്കെ നികത്തി വീടൊക്കെ എടുക്കുമ്പോൾ ഒരു പുതിയ സംവിധാനത്തിലേക്ക് പോകണം. ഇന്ന് ഇത് സ്ഥാപിച്ചാൽ മാത്രമേ ഇങ്ങനെ നമുക്ക് വീടെടുക്കാൻ പറ്റൂ. അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയാൽ മാത്രമേ നമുക്ക് ഇനിയുള്ള വെള്ളപ്പൊക്കങ്ങളൊക്കെ കുറച്ചു കൊണ്ടുവരാൻ പറ്റൂ. ഒരു ശക്തമായ നിയമം കൊണ്ടുവരണം. നികത്തുമ്പോഴുള്ള ഇതാണ്. അപ്പോൾ ആ നികത്തുമ്പോഴുള്ള ശക്തമായ നിയമം വരുമ്പോഴാണ് ജനങ്ങൾ അതൊക്കെ പാലിച്ചു കൊണ്ടെടുക്കുമ്പോൾ നമുക്ക് വെള്ളപ്പൊക്കത്തൊക്കെ തടയാൻ കഴിയും. പിന്നെ വരുന്നത് പണ്ട് കാലത്ത് കാണുന്ന കുറെ ഒച്ചു പോലത്തെ ഉള്ള ഈ ജീവികളെയൊന്നും നമുക്കിന്ന് കാണാൻ പറ്റുന്നില്ല. അതൊക്കെ നശിച്ചു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ പണ്ട്